നമസ്കാരം. ഇന്ന് നല്ലൊരു ഹോട്ട് ബാഗ്സ് വീട്ടിൽ തന്നെ വളരെ ഈസിയായി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചെറിയ നാരങ്ങയാണ് ഇവിടെ എടുത്തത്. 1/2 കപ്പ് ജ്യൂസ് വേണ്ടി വരും. ഫ്രഷ് നമ്മൾ ജ്യൂസിനൊക്കെ എടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ ആവശ്യമില്ല. ഇതുപോലെ സെക്കൻഡ് ക്വാളിറ്റി ആയാലും മതിയാവും. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം. കോട്ടൺ തുണിയാണ് അതിന് വേണ്ടത്. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് അതിൽ കൂടെയാണ് അരിച്ചെടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നതുകൊണ്ട് അതിൽ അല്പം പോലും അതിൻ്റെ വേസ്റ്റ് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ അത് നല്ല പ്രസ് ചെയ്ത് അരിച്ചെടുത്ത് അതിൻ്റെ വേസ്റ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. 1/2 കപ്പ് ജ്യൂസാണ് വേണ്ടത്. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും 1/2 കപ്പ് നാരങ്ങ ജ്യൂസും ഒഴിച്ചിട്ട് സോസ് പാൻ വച്ചിട്ട് ഉഡൻ സ്റ്റിക്കാണ് ഉപയോഗിക്കേണ്ടത്. നല്ല ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ നൂൽ പരുവം ആകുന്നത് വരെ നല്ല റെഡിഷ് കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കുറച്ച് കെയർഫുള്ളായി ചെയ്യേണ്ട ജോലിയാണ്. ഏകദേശം അരമണിക്കൂർ എടുത്തു ഇതേ രീതിയിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് വെള്ളത്തിൽ അത് ഇടുമ്പോൾ ഇതുപോലെ സ്റ്റിക്കി ആകും. അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കത് കയ്യിലൊന്ന് എടുത്ത് നോക്കാം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അത് കയ്യിൽ അപ്ലൈ ചെയ്യാം. ആദ്യം പൗഡർ ഒന്നും ഇങ്ങനെ തൂകിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ചെറിയ ചൂടിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഇതേപോലെ കോട്ടൺ തുണിയിൽ ഇതിനെപ്പോഴും ഉഡൻ സ്റ്റിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കത് നല്ലവണ്ണം ഒന്ന് വളരെ തിന്നായിട്ടാണ് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കയ്യിലുള്ള ചെറിയ ഹെയർ എല്ലാം ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാലിലെ വലിയ ഹെയർ ഒക്കെ വളരെ ഈസിയായി തന്നെ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പുറത്ത്. എന്നിട്ട് ഹെയർ ഏത് സൈഡിലാണ് വളരുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് വലിക്കണം. അപ്പോഴാണ് ഹെയർ എല്ലാം നല്ലവണ്ണം പോവുകയുള്ളൂ. ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്കിത് ഉണ്ടാക്കി നല്ല തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ മനസ്സിലാവും കൈയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലിലെ വലിയ വലിയ ഹെയർ എല്ലാം ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. കയ്യിലൊക്കെ ചെയ്തതുപോലെ തന്നെ വളരെ തിന്നായിട്ടാണ് ഈ തുണിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. ചെറിയൊരു ചൂടോട് കൂടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം പൗഡർ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൊന്ന് ഇത് നമ്മൾ കയ്യിൽ എങ്ങനെ ചെയ്തോ അതുപോലെയാണ്. ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് വലിയ തുണി എടുക്കുന്നതാണ് നല്ലത്. കാലിലൊക്കെ ചെയ്യുമ്പോൾ കണ്ട ഉടനെ തന്നെ അത് റിമൂവായി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയൊരു പോർഷൻ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.